മോനെ, ഈ കാലയില് നീര് വരുന്നതേ കിഡ്നിക്ക് വല്ല പ്രോബ്ലം ഉണ്ടായിട്ടാണോ? അല്ല, ഈ അതെങ്ങനെ അറിയുന്നേ? കാലയില് നീര് വരുന്നത് അത് കിഡ്നിയുടെ കുഴപ്പമാണോ അത് മറ്റെന്തെങ്കിലും ആണോ? നമ്മൾ എങ്ങനെ അറിയുന്നേ? കാലിൽ നീര് വരുന്ന എല്ലാം കിഡ്നിയുടെ പ്രശ്നമാണെന്ന് നിർബന്ധമില്ല. നമുക്ക് രണ്ട് കാലിലും നീര് വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം അത് വേറെ എന്തോ കാരണം കൊണ്ടാണ്. അപ്പൊ ഒന്നെങ്കിൽ കിഡ്നിയുടെ പ്രശ്നം കൊണ്ടാവാം, അല്ലെങ്കിൽ ലിവറിന്റെ പ്രശ്നം കൊണ്ടാവാം, അല്ലെങ്കിൽ ഹാർട്ടിന്റെ പ്രശ്നം. അങ്ങനെ പല റീസൺസും ഉണ്ടാവാം രണ്ട് കാലിലും നീര് വരുന്നത്. ഒരു കാലിൽ മാത്രം നീര് വരികയാണെങ്കിൽ മോസ്റ്റ്ലി ആ കാലിന്റെ പ്രശ്നം. ഇപ്പൊ നമ്മുടെ താഴോട്ട് രക്തം വന്നിട്ട് തിരിച്ചു മൂളി പോകുന്നില്ല, ഇപ്പൊ വേരിക്കോസ്, അല്ലെങ്കിൽ കാലിലൊരു മുറിവ് വന്നിട്ട് ഇൻഫെക്ഷൻ ആയി, സെല്ലുലൈറ്റിസ് എന്ന് പറയും. അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഒരു കാലി മാത്രമായിട്ട് നീര് വരുന്നത്. പിന്നെ തൈറോയിഡിന്റെ അസുഖമുള്ളതും അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നീര് വരാം. അല്ലാതെ എപ്പോഴും കിഡ്നിയുടെ പ്രശ്നം കൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ രണ്ട് കാലിലും വരുന്ന നീര് നമ്മൾ സാധാരണഗതി രാവിലെ കുറയും. കിടന്നുറങ്ങിയിട്ട് എണീക്കുമ്പോഴത്തേക്കിന് രാവിലെ അത് കുറയും. നമ്മൾ നിൽക്കുകയോ നടക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും കൂടുകയും ചെയ്യും. അപ്പൊ അതിന്റെയൊക്കെ പാറ്റേൺ മറ്റ് അസുഖം ഒക്കെ നോക്കിയിട്ടേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഇതിന് കൃത്യമായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ. പല വെറുതെ നീര് വന്നു എന്ന് വെച്ചാലും കിഡ്നിയുടെ രോഗമാണെന്ന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല.